ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പറാണ് ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 2. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുക 26, വ്യത്യാസം 2. സംഖ്യകൾ ഏതെല്ലാം? ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസറിലേക്ക് കടക്കാം. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഒരു സംഖ്യ വലുതും ഒരു സംഖ്യ എന്തായിരിക്കും? ചെറുതുമായിരിക്കും. അപ്പോൾ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് വലിയ സംഖ്യ അല്ലെങ്കിൽ ലാർജർ നമ്പർ സമം എങ്ങനെ എഴുതാം? 26ഉം 2ഉം തമ്മിൽ കൂട്ടുക. അതായത് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 സംഖ്യകൾ 26 പ്ലസ് 2, അതിൻ്റെ പകുതി എടുക്കുക. 26 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 28. 28ൻ്റെ പകുതി എത്രയാണ്? 14 എന്ന് കിട്ടും. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചെറിയ സംഖ്യ സ്മോളർ നമ്പർ അത് കണ്ടുപിടിക്കാൻ ഇതേ നമ്പർ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? വലിയ സംഖ്യ കിട്ടി. ഇനി ഈ സംഖ്യ തമ്മിൽ കുറയ്ക്കുക. 26 മൈനസ് 2 ബൈ 2. 26ന് 2 പോയി കഴിഞ്ഞാൽ 24 ബൈ 2. 24ൻ്റെ പകുതി 12. ഇതാണ് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ ABC, AB equal to AC equal to 1 centimeter. What is the length of BC? ചോദ്യം നോക്കാം. ബി ചോദ്യം, if we draw a square with BC as the side, what is its area? മലയാളം മീഡിയം നോക്കാം. ഒരു മട്ടത്രികോണത്തിൽ AB ഈക്വൽ ടു AC ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, BCയുടെ നീളം എത്ര? ബി ചോദ്യം, BC ഒരു വശമായി സമചതുരം വരച്ചാൽ പരപ്പളവ് എത്രയാണ്? ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ BC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ACയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ ചോദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് A. BCയുടെ നീളം എന്ത്? നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ AB എന്ന വശം എന്താണ്? പാദം അല്ലെങ്കിൽ ബേസ്. AC എന്ന വശം ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. ഈ വശത്ത് എന്താണ് പറയുക? BCനെ കർണം. അപ്പോൾ ഈ BC എന്ന വശം കർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് BC ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. പൈതഗോറസ് തിയറം. AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു റൂട്ട് ഓഫ് AB 1 സെൻറ്റിമീറ്റർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ 1 പ്ലസ് 1. റൂട്ട് ഓഫ് 1 പ്ലസ് 1 റൂട്ട് 2 എന്ന് കിട്ടും. റൂട്ട് 2 സെൻറ്റിമീറ്റർ. അപ്പം നമ്മുടെ A ചോദ്യമായി. BC എന്ന വശം കിട്ടി. ഇനി ബി ചോദ്യം, BC ഒരു വശമായി സമചതുരം വരച്ചാൽ പരപ്പളവ് എത്രയാണ്? എന്നുകൂടി ജസ്റ്റ് റഫായിട്ട് പറയാം. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിൾ ഇത് റൂട്ട് 2 ആണ്. റൂട്ട് 2 ആണെങ്കിൽ ഇത് ഒരു വശമായി ഒരു സ്ക്വയർ വരച്ചാൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? സൈഡ് ഇൻറ്റു സൈഡ്. നമുക്കറിയാം ഒരു സൈഡ് എത്രയാണ്? റൂട്ട് 2. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഈക്വൽ ടു 2. റൂട്ടിൽ 2 സെയിം സംഖ്യ ഗുണിക്കുമ്പോൾ അതേ സംഖ്യ ആയിരിക്കും ഉത്തരം ഉണ്ടാവുക. അപ്പോൾ 2
cm² എന്ന് ഉത്തരം കിട്ടും. ഇത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 2 odd number ഈസ് 621 and their sum is 50. What is the product of the odd number next to each? മലയാളം മീഡിയം വായിക്കാം. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 അടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? ഈ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. ആൻസർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തുകയും തന്നിട്ടുണ്ട്. അപ്പോൾ 2 നമ്പറുകൾ, 2 നമ്പേഴ്സ് x, y എന്ന് എടുത്തു. 2 എന്ത് നമ്പറുകളാണ്? ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ഒറ്റ സംഖ്യകളായതുകൊണ്ട് തന്നെ ഒരൊറ്റ സംഖ്യ x. അപ്പോൾ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്തായിരിക്കും? നെക്സ്റ്റ് ഓഡ് നമ്പർ ഞാനിവിടെ മലയാളം മീഡിയം എഴുതാം. 2 സംഖ്യകൾ x, y. ഇനി ഒരു സംഖ്യ x ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എത്രയായിരിക്കും? ആദ്യ നമ്പർ 1 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയാണ്? 3. ഈ 1 കൂടെ എത്ര കൂട്ടിയാലാണ് 3 കിട്ടുക? 2. അപ്പോൾ x കൂടെ 2 കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടി. ഇനി അടുത്ത ഓഡ് നമ്പർ y ആണ്. y കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ കിട്ടി, y + 2. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 2 നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുക? അപ്പോൾ ഞാൻ എഴുതി, 2 തമ്മിൽ ഗുണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. x + 2 × y + 2 = എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗുണിക്കുക. = x × y xy plus x × 2 2x plus 2 × y 2y plus 2 × 2 4 = x × y xy. അതുപോലെ എഴുതി. ഇവിടെ രണ്ടിലും ഈ 2x 2y 2 കോമൺ ആണ്. അപ്പോൾ 2 ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി x + y + 4. ഇനി x × y, 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് x × y എത്രയെന്ന് ക്വസ്റ്റ്യനിലുണ്ട്? 621. അതുപോലെ ആ 2 സംഖ്യകളുടെ തുക എത്രയെന്ന് ക്വസ്റ്റ്യനിലുണ്ട്? 50. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിൽ കൊടുക്കാം. x × y 621 + 2 × 50 + 4 = 621 + 2 × 50 100 + 4 600 100 700 720 724 725. അപ്പോൾ 725 എന്ന് ഉത്തരം കിട്ടും. ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. AB is a line of length 14 cm. Then the point P divides the line AB in the ratio 3:4. AB എന്ന വരയുടെ നീളം 14 സെൻറ്റിമീറ്റർ ആണ്. P എന്ന ബിന്ദു ABയെ ഭാഗിക്കുന്നത് 3:4 എന്ന അംശബന്ധത്തിലാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP? APയുടെ നീളം എന്ത്? ബി ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BP? BPയുടെ നീളം എന്ത്? അതായത് AB എന്നൊരു ലൈനുണ്ട്. ABയുടെ നീളം 14 സെൻറ്റിമീറ്റർ ആണ്. Then the point P divides in line AB 3:4. ഇതിൽ ഒരു P എന്ന പോയിന്റ് ഉണ്ട്. P എന്ന പോയിന്റ് APയെയും PBയെയും 3:4 എന്ന റേഷ്യോയിലാണ്
ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ മുതൽ പി വരെയുള്ള ലെങ്ത് എത്ര? പി മുതൽ ബി വരെയുള്ള ലെങ്ത് എത്ര? അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ചോദ്യമാണ്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം എ പിയുടെ നീളം. എ പിയുടെ നീളം ലെങ്ത് ഓഫ് എ പി ഈക്വൽ ടു, അതുപോലെ ലെങ്ത് ഓഫ് ബി പി ആണ് രണ്ടാമത് എഴുതേണ്ടത്. ഇനി എ പിയുടെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ മുതൽ പി മൊത്തം ലെങ്ത് എത്രയെന്ന് അറിയാം നമുക്ക്? 14 ഇൻറ്റു, ഇനി എ മുതൽ പി വരെയുള്ള 3/3 + 4 3 + 4 7 ഈക്വൽ ടു 14 3 തമ്മിൽ ഗുണിക്കുക. 14 ഇൻറ്റു 3 4 3 4 ഇൻറ്റു 3 12 1 ഒരു 3 3 1 4 42 ഹരിക്കണം 7 42. ഇനി 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 42. 6 ഇൻറ്റു 7 ആണ്. 6 7 42. അപ്പോൾ ഉത്തരം 6 സെൻറ്റിമീറ്റർ. എ പിയുടെ നീളം 6 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പിയുടെ നീളമാണ്. അപ്പോൾ ബി പിയുടെ നീളം ലെങ്ത് ഓഫ് ബി പി ഈക്വൽ ടു 14 ഇൻറ്റു പി മുതൽ ബി വരെയുള്ള ലെങ്ത് എത്രയാണ്? 4/7. എന്ത് ചെയ്യുക? ഗുണിക്കുക. 14 ഇൻറ്റു 4 4 4 16 6 ബാക്കി 1 ഒരു 4 4 1 5 56 ഹരിക്കണം 7. 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 56 ഉണ്ട്. 8 ഇൻറ്റു 7 ആണ് 56. അപ്പോൾ ബി പിയുടെ നീളം കിട്ടി 8 സെൻറ്റിമീറ്റർ. നമ്മൾ 2 ചോദ്യങ്ങളാണ് പറയുന്നത്. എ പിയുടെയും ബി പിയുടെ നീളം രണ്ടും നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് എത്ര മാർക്ക്? 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. 5ാമത്തെ ചോദ്യം നോക്കാം. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ടുഗെദർ ഈസ് 8,000 rupees. The price of a table and a 3 chair is 12,000 rupees. What is the price of each? ഒരു മേശയ്ക്കും ഒരു കസാരയ്ക്കും കൂടി 8,000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 3 കസാരയ്ക്കും കൂടി 12,000 രൂപയാണ്. മേശയുടെയും കസാരയുടെയും വില എന്ത്? ഇതാണ് 5ാമത്തെ ചോദ്യം. ആദ്യം ഒരു മേശയുടെ വില. അപ്പോൾ നമുക്ക് എഴുതാം പ്രൈസ് ഓഫ് എ ടേബിൾ, കസാരയുടെ വില എക്സ് റുപ്പീസ്, എക്സ് എന്നെടുത്ത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കസാരയും ഒരു മേശയാണ് വാങ്ങണത്. നമുക്ക് അടുത്ത് എഴുതാം പ്രൈസ് ഓഫ് എ ടേബിളും ചെയറും. ടേബിൾ ഇവിടെ മേശ എന്നാക്കുക, ഇവിടെ മേശ, ഇവിടെ കസാരയുടെ വില സമം y എന്ന് ഞാൻ കൊടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു മേശയ്ക്കും ഒരു കസാരയ്ക്കും കൂടി എത്ര രൂപയാണ്? 8,000 രൂപ, 8,000 rupees. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മേശയ്ക്കും അതുപോലെ 3 കസാരയ്ക്കും കൂടി 12,000 രൂപയാണ് ആയത്. ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു മേശയുടെ വില എന്താ? ഒരു കസാരയുടെ വില എന്ത്? ഞാൻ എന്ത് ചെയ്യാണ്? നമ്മൾ 1ാമത്തെ പാഠത്തിലെ ചോദ്യമാണ്. നമുക്ക് അതിൽ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 ഞാൻ കുറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ടേം ക്യാൻസലായിട്ട് പോവും. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 12,000, 12,000 മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8,000. നോക്കുക, എക്സ് മൈനസ് എക്സ് എന്താണ്? 0.
ഇനി 3y മൈനസ് വൈ, 3y മൈനസ് വൈ ഈക്വൽ ടു 2y. അപ്പോൾ ഇവിടെ 0 ആയി. 0 പ്ലസ് 2y ഈക്വൽ ടു 12,000 0 പോയാൽ 8000 പോയാൽ 12 8 4 4000 എന്ന് കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കാൻ 2y ഈക്വൽ ടു 4000, y ഈക്വൽ ടു 4000 ഇൻറ്റു 2 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 4000 ബൈ 2 സമം 2000 എന്ന് കിട്ടി. 2000 y ആരാണ്? y ആരാണ്? കസേര. അപ്പോൾ ചെയർ അല്ലെങ്കിൽ കസാരയുടെ വില കിട്ടി നമുക്ക്. എത്രയാണ്? 2000 രൂപയാണെന്ന് കിട്ടി. ഈക്വൽ ടു 2000 റുപ്പീസ്. നമ്മളോട് കണ്ടുപിടിക്കാൻ ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കസാരയായി. ഇനി എന്ത്? ചെയറിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ചെയറിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ഇത് ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് അറിയാം? 8000. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8000. എക്സ് പ്ലസ് വൈ എത്രയെന്ന് കിട്ടി? 2000 ഈക്വൽ ടു 8000. ഇനി എക്സ് ഈക്വൽ ടു 8000 അതുപോലെ എഴുതുക. പ്ലസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 8000 മൈനസ് 2000. എക്സ് ഈക്വൽ ടു 6000 റുപ്പീസ്. എക്സ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? മേശയുടെ അല്ലെങ്കിൽ ടേബിളിൻ്റെ വില നമുക്ക് കിട്ടി 6000 റുപ്പീസ്. ഇതാണ് നമ്മളുടെ 5ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം, ദ ഹൈപ്പോട്ന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meter and one of the other side is half meter. Calculate its perimeter. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററും ആണ്. ചുറ്റളവ് കണ്ടെത്തുക. 3 മാർക്കിന്റെ ചോദ്യമാണിത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു മട്ടത്രികോണം ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ കർണം ഇതാണ്. കർണം എത്രയാണ്? 1.5 മീറ്റർ ആണ്. ഹൈപ്പോട്ന്യൂസ് 1.5 മീറ്റർ ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു വശം അതർ സൈഡ് എത്രയാണ്? 1/2 മീറ്ററുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. 1/2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റളവ്, ഒരു ട്രയാങ്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 3 സൈഡും തമ്മിൽ കൂട്ടിയാൽ മതി. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പോട്ന്യൂസ് ഈ ബേസും ഉപയോഗിച്ചിട്ട് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം കണ്ടെത്തണം. നമുക്കറിയാം പൈതഗോറസ് തിയറം പ്രകാരം AC ഈ ഹൈപ്പോട്ന്യൂസും ബേസും ഉപയോഗിച്ചിട്ട് ലംബം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പം ഞാൻ എഴുതുകയാണ് AC ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇതാണ് ഇംഗ്ലീഷ് മീഡിയം. ഈക്വൽ ടു നമുക്ക് കർണം അറിയാം എത്രയാണ്? 1.5 മീറ്റർ. അപ്പോൾ 1.5 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ എന്ന് എഴുതി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇനി ഇതിനെ എന്ത് ചെയ്യണം? മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2, 2 + 1 3. അപ്പോൾ ആദ്യം ഇവിടെ 1 × 2 എത്രയും റൂട്ട് അതുപോലെ ഇടുക. 1 × 2 2 ബൈ ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. 1 × 1 1 പ്ലസ് 1 × 2 2
ഹോൾ സ്ക്വയർ മൈനസ് ഇതതുപോലെ എഴുതുക. ഇനി 2 + 1 3, 3/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ 9 ബൈ 4ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4 മൈനസ് 1ന്റെ സ്ക്വയർ 1 ബൈ 2ന്റെ സ്ക്വയർ 4. ഇതുവരെ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 9 - 1 ബൈ 9 - 1 ബൈ 4 ഈക്വൽ ടു 9ന്ന് 1 പോയാൽ 8, 8 ബൈ 4. 8ന്റെ പകുതി എത്രയാണ്? 8ന്റെ പകുതി 8/4. ഒരു 4 4, 2 4, 8 പകുതിയല്ല. 8 ഹരിക്കണം 4 ചെയ്ത് നോക്കുക. 8 ഹരിക്കണം 4 എത്രയാണ്? 8 4 2 4 8. അപ്പോൾ നമുക്ക് കിട്ടി √2 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് എ സി എത്രയാണ്? √2 മീറ്റർ. അപ്പോൾ നമുക്ക് ഈ സൈഡ് കിട്ടി √2. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഈ 3 സൈഡും എന്ത് ചെയ്ത്, ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 3 തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ഇവിടെ ചെയ്യാം. ചുറ്റളവ് ഈക്വൽ ടു പെരിമീറ്റർ സമം 3 സൈഡും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. √2 പ്ലസ് 1.5 പ്ലസ് ഹാഫ് ഈക്വൽ ടു √2ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 1.414 പ്ലസ് ഇനി അരക്കൂടെ അര കൂട്ടിയ 1, 1 കൂടെ 1 കൂട്ടി എത്രയാണ്? 2. ഹാഫ് പ്ലസ് ഹാഫ് 1, 1 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 2. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉത്തരത്തിലേക്ക് അടക്കാം. ഈ 2 കൂടെ 1 കൂട്ടി എത്ര? 3.414 മീറ്റർ. അത് നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ കിട്ടി. നമുക്കിത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? 3.414 എന്ന് കിട്ടി. ഇതാണ് 3ാമത്തെ ചോദ്യം. ഇതാണ് 6ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തത്. ഒന്നും കൂടി പറയാം. എന്ത് ചെയ്തു? 3 + 1 2 + 1 3.414 എന്ന് കിട്ടി. ഇതായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി 7ാം ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫിഗർ PQR are the midpoints of the sides triangle ABC. ഒന്നാമത്തെ ചോദ്യം, if BC equal to 8 cm, find PR. B ചോദ്യം, if perimeter of a triangle ABC is 24 cm, find the perimeter of triangle PQR. അതായത് ഇവിടെ ഒരു ത്രികോണമുണ്ട്. ത്രികോണം എ ബി സി. ആ എ ബി സിയുടെ ഓരോ വശങ്ങളുടെയും മിഡ് പോയിന്റുകൾ, അതായത് മധ്യബിന്ദുക്കൾ കൂട്ടി യോജിപ്പിച്ചപ്പോൾ PQR എന്ന ത്രികോണം കിട്ടി. ആ ത്രികോണത്തിൽ ബി സിയുടെ എല്ലാതും മിഡ് പോയിന്റ് ആണ്. ബി സിയുടെ നീളം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ PR എത്ര? എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ എ ചോദ്യം, ബി സി എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ബി സി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും PR? ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ മിഡ് പോയിന്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി ആയിരിക്കും ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ PR ഈക്വൽ ടു 8/2 ഈക്വൽ ടു
4 സെൻറ്റിമീറ്റർ. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാം ചോദ്യം, ABC എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് 241 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, 241 അല്ല 24 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ്, ത്രികോണം PQRന്റെ ചുറ്റളവ് എന്താ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ മിഡ് പോയിന്റുകൾ നമ്മയാണ് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. ആ കൂട്ടി യോജിപ്പിച്ച കാരണം തന്നെ ഈ ABC എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും PQR എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC സമം ത്രികോണം ABCയുടെ ചുറ്റളവ് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ABCയുടെ 24 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR, ത്രികോണം PQRന്റെ ചുറ്റളവ് ഈക്വൽ ടു, അപ്പോൾ 24ന്റെ പകുതി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മൾ ഈ അധ്യായത്തിൽ മൊത്തം 7 ചോദ്യങ്ങളാണ് ചെയ്തിട്ട്, 9ാം ക്ലാസ്സിൽ മൊത്തം 7 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി മറ്റേതെങ്കിലും സബ്ജക്റ്റുകളും കൂടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.